ഹായ് കുട്ടികളെ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് മിഡീവൽ ഇന്ത്യയുടെ ഇൻട്രൊഡക്ഷൻ പാർട്ടാണ്. അതിൽ നമ്മൾ പഠിച്ചത് ഒൺവേഡ്, വിജയനഗര എംപയറിൻ്റെ ക്യാപിറ്റൽ ഹംപി, റെഡ് ഫോർട്ട് പണി കഴിപ്പിച്ചത് ഷാജഹാൻ, ഇൻഡിപെൻഡൻസ് ഡേയുടെ അന്ന് ഫ്ലാഗ് ഹോയിസ്റ്റ് ചെയ്യുന്നത് റെഡ് ഫോർട്ടിൽ വെച്ച്. നെക്സ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് മുഗൾ റൂൾ. Babur established the Mughal rule in 1526. The Mughals ruled India till 1857 with Delhi as their capital. Babur established the Mughal rule in 1526. 1526 ബാബർ മുഗൾ ഡൈനാസ്റ്റി, മുഗൾ രാജവംശം സ്ഥാപിക്കുന്നത്. മുഗൾ രാജവംശം എൻഡ് ചെയ്യുന്നത് 1857 അവരുടെ ക്യാപിറ്റൽ, മുഗൾ രാജവംശത്തിൻ്റെ ക്യാപിറ്റൽ ഡൽഹിയിലായിരുന്നു. ഡു യു നോ ദ മെയിൻ റൂളേഴ്സ് ഡ്യൂറിങ് ദ മുഗൾ പീരീഡ്? മുഗൾ പീരീഡിലെ പ്രധാനപ്പെട്ട റൂളേഴ്സ്, ഭരണാധികാരികൾ ബാബർ, ഹുമയൂൺ, അക്ബർ, ജഹാംഗീർ, ഷാജഹാൻ ആൻഡ് ഔറംഗസീബ്. ഇത് കഴിഞ്ഞിട്ടും ഒരുപാട് മുഗൾ റൂളേഴ്സ് ഉണ്ടായിരുന്നു. പക്ഷേ ഇത്രയും മുഗൾ റൂളേഴ്സിൻ്റെ പേര് കൊടുത്തിരിക്കുന്നത് ഇവരായിരുന്നു പ്രോമിനൻ്റ് ആയിട്ടുള്ള മുഗൾ റൂളേഴ്സ്. പിന്നീട് വരുന്ന മുഗൾ രാജാക്കന്മാരെല്ലാവരും വളരെ വീക്കായിരുന്നു. യു മേ ഹാവ് ഐഡൻറ്റിഫൈഡ് ദ ഇമ്പോർട്ടൻ്റ് മുഗൾ റൂൾ ഫ്രം ദിസ് പിക്ചർ. ഈ പിക്ചറിൽ നിന്ന് നമുക്ക് പ്രധാനപ്പെട്ട മുഗൾ രാജാക്കന്മാരെ മനസ്സിലാക്കാൻ പറ്റും. മുഗൾ ഡൈനാസ്റ്റിയിലെ റൂളേഴ്സും അവർ ഭരിച്ചിരുന്ന വർഷങ്ങളുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ബാബർ 1526 മുതൽ 1530 വരെ, ബാബറുടെ മകനായിട്ടുള്ള ഹുമയൂൺ 1530 മുതൽ 1540 വരെ, അത് കഴിഞ്ഞ് 1555 മുതൽ 1556 വരെ. 1540 സൂർ രാജവംശത്തിലെ ഭരണാധികാരിയായിട്ടുള്ള ഷർഷാ സൂരി ഹുമയൂണിൻ്റെ കയ്യിൽ നിന്ന് മുഗൾ രാജവംശം പിടിച്ചടക്കുകയുണ്ടായി. അതിനുശേഷം അക്ബർ 1556 മുഗൾ രാജവംശം തിരിച്ചു പിടിച്ച് ഹുമയൂണിനെ രാജാവായിട്ട് നിയമിച്ചു. അതിനുശേഷം 1556 ഹുമയൂൺ മരണപ്പെടുകയും അക്ബർ അധികാരത്തിൽ വരികയും ചെയ്തു. 1556 മുതൽ 1605 വരെ അക്ബർ, ഹുമയൂണിൻ്റെ മകനായ അക്ബർ. ജഹാംഗീർ 1605 to 1627. ജഹാംഗീറിൻ്റെ മകനായിട്ടുള്ള ഷാജഹാൻ 1628 മുതൽ 1658 വരെ. ഔറംഗസീബ്, ലാസ്റ്റ് പവർഫുൾ റൂളറായിട്ടുള്ള ഔറംഗസീബ് 1658 മുതൽ 1707 വരെ. ഇത് കഴിഞ്ഞ് ഇനിയും ഒരുപാട് മുഗൾ റൂളേഴ്സ് ഉണ്ട്, പക്ഷേ അവരെല്ലാം വീക്ക് റൂളേഴ്സ് ആയിരുന്നു, ദുർബലരായിട്ടുള്ള റൂളേഴ്സ് ആയിരുന്നു. ദ മുഗൾ ഹാഡ് എ വെരി വാസ്റ്റ് കിങ്ഡം. ഇൻ അഡീഷൻ ടു ടുഡേയ്സ് ഇന്ത്യ, ദ മുഗൾ റൂൾ ഹാഡ് സ്പ്രെഡ് ടു ദ നെയ്ബറിംഗ് കൺട്രീസ് ആൾസോ. ദ മുഗൾ ഹാഡ്, ഒരു പിക്ചർ കൊടുത്തിരിക്കുന്നില്ലയോ, അത് മുഗൾ കിങ്ഡത്തിൻ്റെ പിക്ചറാണ്. ദ മുഗൾസ് ഹാഡ് എ വെരി വാസ്റ്റ് കിങ്ഡം, വളരെ വലുതായിട്ടുള്ളൊരു രാജ്യമായിരുന്നു. ഇന്ത്യക്ക് പുറമെ ടുഡേയ്സ് ഇന്ത്യ, അതായത് ഈ ടുഡേയ്സ് ഇന്ത്യ എന്ന് പറയുന്നത് ആഫ്റ്റർ ഇൻഡിപെൻഡൻസിന് ശേഷം ഇന്ത്യ സ്പ്ലിറ്റായി, പാകിസ്ഥാൻ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ് അങ്ങനെ പോയി. ഇന്നത്തെ ഇന്ത്യക്ക് പുറമെ ദ മുഗൾ റൂൾ വാസ് ഹാഡ് സ്പ്രെഡ് ടു ദ നെയ്ബറിംഗ് കൺട്രീസ് ആൾസോ. അതായത് പഴയ ഇന്ത്യ, ഇൻഡിപെൻഡൻസിന്, അതായത് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പുള്ള ഇന്ത്യ, അതായത് അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും ബംഗ്ലാദേശും എല്ലാം ഇന്ത്യയുടെ ഒരു ഭാഗമായിരുന്നു. ആ ഭാഗത്തുകൂടി മുഗൾ രാജവംശം വ്യാപിച്ചിരുന്നു. ഒബ്സർവ് ദ മാപ്പ്, ഫൈൻഡ് ആൻഡ് ലിസ്റ്റ് ഔട്ട് ദ എക്സിസ്റ്റിംഗ് കൺട്രീസ് വെൻ ദി മുഗൾ ഹാഡ് എക്സ്റ്റെൻഡഡ് ദെയർ റൂൾ. അതായത് ഒബ്സർവ് ദ മാപ്പിൽ നോക്കിയിട്ട് ഫൈൻഡ് ആൻഡ് ലിസ്റ്റ് ഔട്ട് ദ എക്സിസ്റ്റിംഗ് കൺട്രീസ് വെയർ ദ മുഗൾ ഹാഡ് എക്സ്റ്റെൻഡഡ് ദെയർ റൂള്. മുഗൾ റൂള് വ്യാപിച്ച് കിടന്നിരുന്ന സ്ഥലങ്ങൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അഫ്ഗാനിസ്ഥാനുണ്ട്, പാകിസ്ഥാനുണ്ട്, ബംഗ്ലാദേശുണ്ട്, ഇന്ത്യ. അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും ബംഗ്ലാദേശും ഒക്കെ ഒരു കാലത്ത് ഇന്ത്യയുടെ പാർട്ടായിരുന്നു.
ആ ബോക്സ് നോക്കൂ. ദ മുഗൾസ് ആൻഡ് ദ ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പട്ട്. ദ നെയിം മുഗൾ ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ ടേം മംഗോൾ. ബാബർ, ദ ഫൗണ്ടർ ഓഫ് ദി മുഗൾ കിങ്ഡം, വാസ് ദ ഡീസെൻഡൻറ്റ് ഓഫ് ടർക്കിഷ് റൂളർ ടിമൂർ paternal way and the Mongol king Genghis Khan maternal way. The name Mughals is derived from the term Mongol. മംഗോൾ എന്ന് പറയുന്ന ഒരു വാക്കിൽ നിന്നാണ് മുഗൾ എന്ന് പറയുന്ന വാക്ക് ഡിറൈവ് ഉണ്ടായി വന്നത്. ബാബർ, ദ ഫൗണ്ടർ ഓഫ് മുഗൾ കിങ്ഡം, അതൊരു ഓൺ വേർഡാണ്. ബാബർ, ഹു വാസ് ദി ഫൗണ്ടർ ഓഫ് മുഗൾ കിങ്ഡം, ബാബർ, വാസ് ദ ഡീസെൻഡൻറ്റ് ഓഫ് ദ ടർക്കിഷ് റൂളർ ടിമൂർ. അതായത് ടർക്കിഷ് റൂളറായിട്ടുള്ള ടിമൂർ, അച്ഛൻ്റെ വഴി, പറ്റേണൽ വേ എന്ന് പറഞ്ഞാൽ അച്ഛൻ്റെ പിതാവിൻ്റെ വഴി ടിമൂർ ആയിരുന്നു. അതുപോലെ തന്നെ മംഗോൾ കിങ് ചെങ്കിസ് ഖാൻ മറ്റേണൽ വേ, അമ്മയുടെ വഴി, അമ്മയുടെ തായ് വഴി എന്ന് പറയുന്നത് ചെങ്കിസ് ഖാൻ്റെ ആയിരുന്നു. ഇറ്റ് വാസ് ദ യൂറോപ്യൻസ് ഹൂ സ്റ്റാർട്ടഡ് അഡ്രസ്സിങ് ദിസ് ഡൈനാസ്റ്റി ആസ് മുഗൾ ഡ്യൂറിങ് ദി 16th century. ഇറ്റ് വാസ് ദ യൂറോപ്യൻസ് ഹൂ സ്റ്റാർട്ടഡ് അഡ്രസ്സിങ്, ഫസ്റ്റ് ആയിട്ട് മുഗൾസ് എന്ന് അഡ്രസ്സ് ചെയ്തത് യൂറോപ്യൻസ് ആയിരുന്നു. ഡ്യൂറിങ് ദ 16th century. 16th centuryയിലായിരുന്നു ഇംഗ്ലീഷുകാർ, ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി സ്ഥാപിച്ചതും 16th centuryയിലായിരുന്നു. In 1526, Ibrahim Lodi, the last ruler of Lodi dynasty, and Babur, the ruler of Kabul, fought at Panipat in Haryana. ലോധി വംശം, അതായത് ഡൽഹി സുൽത്താനേറ്റിലെ ലാസ്റ്റ് റൂളറായിട്ടുള്ള ലോധി വംശത്തിലെ ഇബ്രാഹിം ലോധിയും അതുപോലെ തന്നെ ബാബറും തമ്മിൽ നടന്ന യുദ്ധമാണ് ഹരിയാനയിൽ വെച്ചുണ്ടായ പാനിപ്പട്ട് എന്ന് പറയുന്ന സ്ഥലത്ത്. എന്നായിരുന്നു 1526. ഇൻ ഹിസ്റ്ററി ദിസ് ബാറ്റിൽ ഈസ് റെഫേർഡ് ആസ് ദ ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പട്ട്. ഇതും ഒരു ഓൺ വേർഡാണ്. ദ ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പട്ട് വാസ് ഫോർട്ട് ബിറ്റ്വീൻ ആരൊക്കെയാണ്? ഇബ്രാഹിം ലോധി ആൻഡ് ബാബർ. ഇൻ ഹിസ്റ്ററി ദിസ് ബാറ്റിൽ ഈസ് റെഫേർഡ് ആസ് ദ ഫസ്റ്റ് ബാറ്റിൽ ഓഫ് പാനിപ്പട്ട്. ബാബർ ലെയ്ഡ് ദി ഫൗണ്ടേഷൻ ഓഫ് ദി മുഗൾ റൂൾ ഇൻ ഇന്ത്യ ഡ്യൂറിങ് ദിസ് വിക്ടറി. ആഫ്റ്റർ ദി ബാറ്റിൽ ഓഫ് പാനിപ്പട്ട് ബാബർ ഫൗണ്ടഡ് മുഗൾ റൂൾ ഇൻ ഇന്ത്യ. വിച്ച് ബാറ്റിൽ? ബാറ്റിൽ ഓഫ് പാനിപ്പട്ട്. എവിടെ വെച്ച്? ഹരിയാനയിലുള്ള പാനിപ്പട്ടിൽ വെച്ചിട്ട്. എന്നാണ് 1526. ആരൊക്കെ തമ്മിൽ? ഇബ്രാഹിം ലോധിയും അതുപോലെ തന്നെ ബാബറും. ബാബറാണ് മുഗൾ രാജവംശത്തിൻ്റെ ഫൗണ്ടേഷൻ ഇടുന്നത്, ബാബറാണ്. നെക്സ്റ്റ് ബോക്സ് നോക്കൂ. എംപറർ അക്ബർ ഹൂ ഷുക്ക് ദി ഈസ്റ്റ് പാസ്ഡ് അവേ. Akbar was indeed a great emperor, even while having great command over his subject. They all loved him, respected him, and was always submissive to him. He administrated equal justice without any distinction of high, low caste, familiar, unfamiliar. He considered Hindu, Christian, Muslims alike. He treated the strong with force and weak with mercy. He was loved by all. Emperor Akbar, രാജാവായ അക്ബർ, who shook the east, passed away. അദ്ദേഹം മരിച്ചപ്പോൾ അത് ഈസ്റ്റിൽ ഷുക്ക്, പിടിച്ചുലച്ചു. അക്ബർ വാസ് ഇൻഡീഡ് എ ഗ്രേറ്റ് എംപറർ. അക്ബർ ഒരു ഗ്രേറ്റ് എംപററാണ്. അക്ബർ ദി ഗ്രേറ്റ് എന്നാണ് അറിയപ്പെടുന്നത്. അക്ബർ ദി ഗ്രേറ്റ്. അക്ബർ ഒരു ഗ്രേറ്റ് എംപറർ ആയിരുന്നു, ഒരു മഹാനായ രാജാവായിരുന്നു. ഈവൻ വൈൽ, എന്നിരുന്നാലും, ഹാവിങ് ഗ്രേറ്റ് കമാൻഡ് ഓവർ ഹിസ് സബ്ജക്റ്റ്, അദ്ദേഹത്തിൻ്റെ പ്രജകളുടെ മുകളിൽ നന്നായി കമാൻഡും ചെയ്തിരുന്നു. ദേ ഓൾ ലവ്ഡ് ഹിം, അവരെല്ലാം അദ്ദേഹത്തെ വളരെയധികം സ്നേഹിച്ചിരുന്നു. റെസ്പെക്റ്റഡ് ഹിം, ബഹുമാനിച്ചിരുന്നു. ആൻഡ് വാസ് ഓൾവൈസ് സബ്മിസീവ് ടു ഹിം, അദ്ദേഹത്തിനോട് വളരെ അനുസരണയുള്ളവരായിരുന്നു. ഹി അഡ്മിനിസ്ട്രേഡ് ഈക്വൽ ജസ്റ്റിസ് വിത്തൗട്ട് എനി ഡിസ്റ്റിങ്ഷൻ ഓഫ് ഹൈ ലോ കാസ്റ്റ്. അദ്ദേഹം ഭരിച്ചിരുന്നത് ഈക്വൽ ജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ ഈക്വൽ, സമത്വമായിട്ടുള്ള, ഒരേപോലെയുള്ള ജസ്റ്റിസ്, നീതിപൂർവമായിരുന്നു. വിത്തൗട്ട് എനി ഡിസ്റ്റിങ്ഷൻ, ഒരു വേർതിരിവും ഉണ്ടായിരുന്നില്ല. ഹൈ ലോ കാസ്റ്റ്, അതായത് ജാതിപരമായിട്ടും. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിനെ അക്ബർ ദി ഗ്രേറ്റ് എന്നറിയപ്പെടുന്നത്. ഫെമിലിയർ, അറിയപ്പെടുന്നവരും അറിയപ്പെടാത്തവരും തമ്മിലുള്ള വേർതിരിവുണ്ടായിരുന്നില്ല. ഹി കൺസിഡേർഡ് ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിംസ് അലൈക്ക്,
അദ്ദേഹം ഹിന്ദുക്കളെയും ക്രിസ്ത്യനെയും മുസ്ലിംസിനെയും ഒരുപോലെയാണ് കണ്ടിരുന്നത്. ഹീ ട്രീറ്റഡ് ദി സ്ട്രോങ് വിത്ത് ഫോഴ്സ് ആൻഡ് വീക്ക് വിത്ത് മേഴ്സി. സ്ട്രോങ് ആയിട്ടുള്ള അദ്ദേഹത്തെ എതിർക്കുന്നവരെ ഫോഴ്സ്ഫുള്ളിയും അതെനിക്ക് വീക്കായിട്ടുള്ളവരെ ദുർബലരായിട്ടുള്ളവരെ വളരെ ദയാപൂർവമായിട്ടായിരുന്നു അദ്ദേഹം ട്രീറ്റ് ചെയ്തിരുന്നത്. ഹി വാസ് ലൗഡ് ബൈ ആൾ. എല്ലാവരും അദ്ദേഹത്തെ സ്നേഹിച്ചിരുന്നു. അതുപോലെ തന്നെ അക്ബർ ദി ഗ്രേറ്റ്, മുഗൾ ഇത്രയും സ്ട്രോങ് ആയിട്ടുള്ള മുഗൾ രാജാക്കന്മാരുണ്ടായിരുന്നുവെങ്കിലും അക്ബറിനെ മാത്രമാണ് അക്ബർ ദി ഗ്രേറ്റ് എന്നറിയപ്പെട്ടിരുന്നത്. അത് അദ്ദേഹത്തിൻ്റെ ഈ മത സഹിഷ്ണുത തന്നെയാണ്. ദിസ് ഈസ് ആൻ ഒബിച്വറി റിട്ടൺ ബൈ എ ജെസ്യൂട്ട് പ്രീസ്റ്റ് പെരിജെറിക് ആഫ്റ്റർ ദി ഡെത്ത് ഓഫ് എംപറർ അക്ബർ. ഒബിച്വറി എന്ന് പറഞ്ഞാൽ ചരമക്കുറിപ്പ്. ദിസ് ഈസ് ആൻ ഒബിച്വറി, അതൊരു റിട്ടൺ ബൈ ജെസ്യൂട്ട് പ്രീസ്റ്റ് പെരിജെറിക് എഴുതിയൊരു ചരമക്കുറിപ്പാണിത്. ആഫ്റ്റർ ദി ഡെത്ത് ഓഫ് എംപറർ അക്ബർ 1605 CE. വാട്ട് ക്യാൻ യു അണ്ടർസ്റ്റാൻഡ് അബൌട്ട് ദി മുഗൾ റൂൾ ഫ്രം ദി എബോ നോട്ട്. ഈ മുകളിലുള്ള ഈ നോട്ടിൽ നിന്ന് നമുക്ക് അക്ബറിനെ പറ്റി എന്തെല്ലാം മനസ്സിലാക്കാൻ സാധിക്കും? അക്ബർ വാസ് എ പവർഫുൾ റൂളർ. He considered Hindu, Muslim, Christian alike. He administered equal justice without any distinction of high, low caste. He treated the strong with force and weak with mercy. ഇതുപോലെ നിങ്ങൾക്ക് ഒരുപാട്, ഇത്രയും പോയിന്റുകളല്ല അതിനകത്തുള്ളത്, ഇതുപോലെ ഒരുപാട് പോയിന്റുകൾ എടുത്തെഴുതാൻ പറ്റും. ഇതൊക്കെ കൊണ്ടാണ് അദ്ദേഹത്തെ എന്ത് വിളിക്കുന്നത്? അക്ബർ ദി ഗ്രേറ്റ്.